കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഇന്നു മുതൽ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ മൂലധന നിക്ഷേപം പാർട്ടി നയമാക്കാൻ ഒരുങ്ങുകയാണ് CPM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന നവകേരള രേഖയിൽ നയമാറ്റം ഊന്നി പറയും. നിക്ഷേപം ജനങ്ങൾക്ക് വേണ്ടിയെന്ന് CPM വിശദീകരിക്കും. 24 ബിഗ് ബ്രേക്കിംഗുമായി R. ശ്രീജിത്ത് കൊല്ലം ആശ്രാം മൈതാനത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ വലിയൊരു മാറ്റമാണല്ലോ. ഇതുവരെ ക്യാപിറ്റലിസം അങ്ങനെയൊക്കെയുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ തള്ളിക്കൊണ്ട് ചരിത്രപരമായ തീരുമാനമെടുക്കാൻ പാർട്ടി സജ്ജമായി കഴിഞ്ഞു. സൂചിപ്പിച്ച പോലെ ഇതുവരെ സ്വീകരിച്ച നയത്തിൽ നിന്ന് മാറി കേരള വികസനത്തിനായി പുതിയ രീതിയിലുള്ള നയമാറ്റം വേണമെന്ന അഭിപ്രായമാണ് CPM-നുള്ളത്. ഇപ്പോൾ തന്നെ സ്വകാര്യ നിക്ഷേപത്തെ ആകർഷിക്കാനായി ആഗോള നിക്ഷേപക സംഗമം സർക്കാർ സംഘടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആശങ്കകൾക്കും പാർട്ടിയിലെ സംശയങ്ങൾക്കും വിരാമമിടാൻ ഉതകുന്ന ഒരു രേഖയാണ് ഇന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ അവതരിപ്പിക്കാൻ പോകുന്നത്. സ്വകാര്യ മൂലധന നിക്ഷേപം പാർട്ടിയുടെ നയമാക്കി മാറ്റും. ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ നയമാക്കി മാറ്റുന്ന ഒരു രേഖയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കാൻ പോകുന്നത്. നവകേരള രേഖയിൽ ഈ നയമാറ്റത്തെപ്പറ്റി ഊന്നിപ്പറയും. ഇപ്പൊ സ്വകാര്യ സർവകലാശാലയാണെങ്കിലും സ്വകാര്യ നിക്ഷേപ സ്വീകരിക്കലൊക്കെ ആണെങ്കിലും അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നാൽ അത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന പാർട്ടി പരിപാടിയിലെ വിശദീകരണത്തിൽ തന്നെ ഇത്തരം നിക്ഷേപങ്ങൾ സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കാതലായ ഒരു നയമാറ്റമെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നാണ് CPM നേതാക്കളുടെ വിശദീകരണം. ഈ നിക്ഷേപങ്ങളെല്ലാം ജനങ്ങൾക്കും നാടിനും വേണ്ടിയാണ്, നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ്. തൊഴിലവസരത്തിനും വികസനത്തിനും സ്വകാര്യ നിക്ഷേപം അനിവാര്യമാണ് എന്ന തിരിച്ചറിവിലേക്ക് CPM സംസ്ഥാന നേതൃത്വം എത്തുകയാണ്. അതിന്റെ പ്രതിഫലനമായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവതരിപ്പിക്കാൻ പോകുന്ന നവകേരളത്തിന്റെ പുതുവഴികളെന്ന രേഖ. R. ശ്രീജിത്ത്.